ഹായ് നമസ്കാരം എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ SSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ്, PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, ഇനി ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്ത്, അതായത് കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് തന്നെ ജോലിയിൽ കയറാൻ പറ്റുന്ന ഒരു അടിപൊളി കിടിലൻ ജോലിയാണ്. ആ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. പല ആളുകളും ഈ പറയുന്ന പോസ്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഇത് ആകട്ടെ എന്നുള്ള വിചാരത്തോടു കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ പറയാനായിട്ട് പോകുന്നത് കേരള ഹൈക്കോടതിയുടെ കീഴില് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ഓക്കെ, നമുക്കൊരു വിളിക്കാം, അതായത് ലാസ്റ്റിന്റെ മുൻപാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ഇയറോട് കൂടിയിട്ട് നമുക്ക് ആ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഇയറിന്റെ മീൻസ് ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽ ആണ് പറയുന്നത്. അതനുസരിച്ചിട്ട് ആർക്കൊക്കെ ഈ തവണ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ആർക്കൊക്കെ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ കേരള ഹൈക്കോടതിയുടെ കീഴിൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നമുക്ക് ഇനി നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത്. ഏകദേശം നല്ലൊരു സാലറിയാണ്. നമുക്ക് ഇൻ ഹാൻഡ് 39,300 to 83,000 വരെ നമുക്ക് നമുക്ക് ഇൻ ഹാൻഡ് സാലറി കിട്ടാൻ പറ്റുന്ന ഒരു നല്ലൊരു ജോബാണ് ഈ പറയുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ നിങ്ങൾ ഇത് നോക്കണ്ട, ഏകദേശം ഇതിൽ കൂടുതലായിട്ട് 41 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ലാസ്റ്റ് ഇയർ നോട്ടിഫിക്കേഷൻ വന്നു. ലാസ്റ്റ് ഇയർ ഇൻ ദ സെൻസ് ഐ എം സെയിങ് അബൌട്ട് ദ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ. അപ്പൊ അത് വന്ന ടൈമിൽ നമുക്ക് ഏകദേശം നല്ല രീതിയിലുള്ള ഒരു 100 above ഒക്കെ അഡ്വൈസ് പോയിട്ടുണ്ട്. മാത്രമല്ല ഒരു 1 ഇയറിൽ കൂടെ തന്നെ പെട്ടെന്നാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു നമുക്കൊരു ഒറ്റ ഡേയിലായിരിക്കും എക്സാം വരുന്നത്. നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, ഇന്റർവ്യൂ, ഇങ്ങനെയാണ് പോകുന്നത്. പല ആളുകളും ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, പുറകിലേക്ക് പോകുന്നതാണ് പതിവ്. നിങ്ങളത് നോക്കേണ്ട, അതല്ല ചിന്തിക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മൾ ട്രൈ ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നതായിരിക്കും നമ്മുടെ ഫെയിലിയർ എന്ന് പറയുന്നത്. സോ whatever എന്താണെങ്കിലും നേരിടാം എന്നുള്ള ചങ്കൂറ്റത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ ഈ ഒരു പരീക്ഷ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നിലവിൽ നമുക്ക് 36 PSCക്കൊക്കെ ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഹൈക്കോർട്ടിന്റെ കീഴിൽ പുതുതായിട്ടൊരു അപ്ഡേഷൻസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. അപ്പൊ 36 ആണ് ജനറൽ വരുന്നത്. പിന്നെ OBCക്കും SC STക്കും ഒക്കെ 3 year ഏജ് ലിമിറ്റും അവർ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. SC STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ പറയാനാണെങ്കിൽ ഒരു ഡിഗ്രി മതി, 50% മാർക്ക്. ഒരു ഡിഗ്രിയോട് കൂടിയിട്ട് 50% മാർക്കുള്ളവർക്ക് ഈ പറയുന്ന പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ എക്സാം എങ്ങനെയായിരിക്കും, മോഡ് ഓഫ് സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടാകും, ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാകും, ആൻഡ് യു ഹാവ് എ ഇന്റർവ്യൂ ലാസ്റ്റ്. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മാർക്ക് ആയിരിക്കും വരുന്നത്, OMR ഷീറ്റിലായിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മാർക്ക് ആയിരിക്കും. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ പേപ്പറിൽ നമ്മൾ എഴുതി വെക്കണം. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് വിൽ ബി അഡ്മിനിസ്ട്രേറ്റഡ്. അതായത് ഫസ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂൺ തന്നെ നമുക്ക് വേറൊരു പേപ്പറിൽ ഡിസ്ക്രിപ്റ്റീവ് ആണ് വരുന്നത്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ് നമുക്കതിന്റെ സിലബസ് വരുന്നതെന്ന് കൂടി നോക്കാം. ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓരോ ചോദ്യത്തിന് 1 മാർക്ക് വീതമായിരിക്കും വരുന്നത്. 100 ചോദ്യത്തിന് 100 മാർക്ക്. തെറ്റുത്തരമാണെങ്കിൽ നമുക്ക് അവിടെ നെഗറ്റീവ് വരും. അതായത് 3 തെറ്റുത്തരം വന്നു കഴിഞ്ഞാൽ 0.33 വെച്ചിട്ട് അവിടെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇൻകറക്റ്റ് ആൻസർ, യെസ്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇനി ആ പറയുന്നതിന് ഡ്യൂറേഷൻ 75 minutes ഓഫ് ദ ടോപ്പിക്സ്. ഇത് നമുക്ക് 75 minutes ആയിരിക്കും ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് ഉണ്ടാവുക. ഓക്കെ, ദെൻ ഇംഗ്ലീഷിനായിരിക്കും നമുക്ക് കൂടുതൽ വെയിറ്റേജ്, 50 മാർക്ക് വരുന്നത്. GKക്ക് 40 മാർക്ക്. അതിൽ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെയായിരിക്കും നമുക്ക് ബാക്കി എല്ലാത്തിനും കൂടെ ചേർത്ത് 40 മാർക്ക് വരുന്നത്. ഇനി നമുക്ക് ബേസിക്സ്, മാത്സ് ആൻഡ് റീസണും കൂടെ കൂടി ചേർത്തിട്ട് നമുക്ക് ആകെ 10 മാർക്കാണ് അതിന് വരുന്നുള്ളൂ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ് തന്നെയായിരിക്കും. ഇനി സെക്കൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് ആയിരിക്കും, 60 മാർക്ക്. ഓക്കെ, 1 മണിക്കൂറിൽ 60 മാർക്ക്. ഇതിൽ നമുക്ക് വരുന്നത് എന്തൊക്കെയാണ്, പ്രിസൈസ് റൈറ്റിംഗ് ഉണ്ടാവും, കോംപ്രിഹെൻഷൻസ് ഉണ്ടാകും, ഷോർട്ട് എസ്സേസ് ഉണ്ടാകും. ഇങ്ങനെയാണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് വരുന്നത്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് 10 മാർക്കിന് വേണ്ടിയിട്ടായിരിക്കും. മിനിമം മാർക്ക് ഫോർ ബീങ് ഇൻക്ലൂഡഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് വിൽ ബി 35% ഓഫ് ദ ഇന്റർവ്യൂ. 35%
ഇന്റർവ്യൂവിന് സ്കോർ ചെയ്യുന്നവരുടെ ആയിരിക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും ഒന്നും ചെക്ക് ചെയ്യില്ല. ഫസ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ് മാർക്കിന് ഇത്ര പെർസെൻറ്റേജ് ഉള്ളവരുടെ മാത്രമാണ് ഡിസ്ക്രിപ്റ്റീവ് നോക്കുകയുള്ളൂ. അതിനുണ്ടെങ്കിലാണ് നമ്മൾ ഇന്റർവ്യൂവിന് നോക്കുകയുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇംഗ്ലീഷിലായിരിക്കും നമുക്ക് എക്സാം വരുന്നത്. അതുപോലെ തന്നെ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ ജനറൽ പറഞ്ഞല്ലോ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പരീക്ഷയിൽ ചോദിക്കുന്നത്. ഇനി ദ മിനിമം മാർക്ക് ഫോർ ബീങ് ഷോർട്ട് ലിസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഇന്റർവ്യൂ വിൽ ബി 40% ഇൻ ദ ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് 40% മാർക്ക് ഉള്ളവരെ ആയിരിക്കും ഇന്റർവ്യൂവിന് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് മാർക്ക് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഇനി ഈഫ് ദ നമ്പർ ഓഫ് അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്ട്രാ കേസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഇനി ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the descriptive paper only those who are eligible to be included in the short list of candidates to be called for the interview and will only be evaluated. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് കട്ട് ഓഫ് പറയുന്നില്ല. മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിലേക്ക് പോകാം. പക്ഷേ 40% എങ്കിലും ഒബ്ജക്റ്റീവിലുള്ളവരെ ആയിരിക്കും നമ്മുടെ ഇന്റർവ്യൂവിൽ അവർ കൺസിഡർ ചെയ്യുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇനി അപ്പോൾ ഇത് അപ്ലിക്ക് ചെയ്യാനായിട്ടുള്ള 500 rupees ആയിരിക്കും നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ശുദ്ധ മണ്ടത്തരമായിരിക്കും. അപ്പോൾ ഇന്ന് ഈ ഒരു മൊമെന്റ് മുതൽ നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ചൂസ് AZB അക്കാഡമി. നമ്മുടെ ടൈപ്പ് ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, ഇന്റർവ്യൂ എല്ലാം കൂടി ചേർത്ത് നമ്മൾ വെറും 3500 രൂപയാണ് ഫീസ് പറയുന്നത്. ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിരിക്കും. സൂപ്പർ ക്ലാസ്സസ് ആയിരിക്കും, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സസ് എല്ലാം മോക്ക് ഇൻക്ലൂഡിങ് മോക്കാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതിയാകും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.